ആ റൈറ്റ് പ്ലേസിൽ ആ റൈറ്റ് ടൈമിൽ ഞാൻ എത്തി എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചോളം വലിയൊരു കാര്യം എന്നുള്ളത്. വിദ്യാർത്ഥികളുടെ പൾസ് അറിഞ്ഞിട്ടാണ് എന്ത് ചെയ്യണത്, അവർ നമുക്കുള്ള ഒരു എഡ്യൂക്കേഷൻ നൽകുന്നത്. ഹാപ്പി ലേണിംഗ് ആണ്. ഫിസിക്കലി വയ്യാത്തൊരു സമയത്ത് നമ്മൾ വന്ന് അതിനെ അപ്രോച്ച് ചെയ്യണമെന്നൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കരധികം സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. അത് ഡൗൺ ആവുന്ന സമയത്ത് നമ്മളെ പവറായി വരുന്ന ഒരു സംഭവമാണ് അനീസ് സാറെ പോഡ്കാസ്റ്റ് മെസ്സേജുകൾ എന്നതൊക്കെ. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. മൈസെൽഫ് അബ്ദുൽ മനാഫ് KK. ഞാനിപ്പോൾ നമ്മുടെ ജെംസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഓട്ടോണമസ് കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി വർക്ക് ചെയ്യുകയാണ്. നമ്മളെ എയ്ഫറിൽ ജോയിൻ ചെയ്തത് ജൂൺ 2023 ബാച്ചിലാണെന്ത് നമ്മുടെ നെറ്റ് ക്വാളിഫൈ ചെയ്തുള്ളത്. അത് വല്ലാത്തൊരു ഭയങ്കര വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണെന്ത് എയ്ഫർ എന്നുള്ളത്. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ എയ്ഫർ എന്നുള്ളത് എപ്പോഴും റൈറ്റ് പ്ലേസ് ആണ്. ആ റൈറ്റ് പ്ലേസിൽ ആ റൈറ്റ് ടൈമിൽ ഞാൻ എത്തി എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചോളം വലിയൊരു കാര്യം എന്നുള്ളത്. കാരണം അനീസ് സാറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയാനുണ്ട്. കാരണം നമ്മുടെ എപ്പോഴും മൈൻഡിൽ വരുന്നൊരു കാര്യമാണ് നമ്മുടെ 4 മണി ബാച്ചിലും അല്ലെങ്കിൽ 5 മണി ബാച്ചിലൊക്കെ നമുക്ക് വരുന്ന ഫാലസീസിൽ നമ്മൾ രാവിലെ കഴിക്കുന്ന കട്ടൻ ചായക്ക് പകരം സാറുടെ ഫാലസീസ് നമ്മുടെ തമാശയിലൂടെ പഠിക്കുക എന്നുള്ളത് എന്താണ് ഭയങ്കരധികം വൺ ഓഫ് ദ മെയിൻ ബെനിഫിറ്റ് ആണ്. ഇപ്പോൾ അത് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് ആ കാര്യങ്ങളൊക്കെ. പിന്നെ എയ്ഫർ എന്നത് റൈറ്റ് പ്ലേസ് ആണ്. കാരണം നമുക്ക് ഒരു നെറ്റ് അല്ലെങ്കിൽ JRF ക്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അല്ലെങ്കിൽ ബിയോണ്ട് പ്രോമിസ് ആണ്. അവിടെ എംബ്ലം പോലെ തന്നെ അല്ലെങ്കിൽ ലോഗോ പോലെ തന്നെ ബിയോണ്ട് പ്രോമിസ് ആണെന്ത് എയ്ഫർ എന്നുള്ളത്. കാരണം നമുക്ക് ആ പ്രോമിസുകൾ നമുക്കത് എങ്ങനെയാണെന്നത് പ്രൊഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം. പിന്നെ വിദ്യാർത്ഥികളുടെ പൾസ് അറിഞ്ഞിട്ടാണ് എന്ത് ചെയ്യണത്, അവർ നമുക്കുള്ള ഒരു എഡ്യൂക്കേഷൻ നൽകുന്നത്. ഹാപ്പി ലേണിംഗ് ആണ്. സന്തോഷത്തോടു കൂടി പഠിക്കുക. അത് നമ്മുടെ ഒരുപാട് ടീച്ചേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് പഠനം നമ്മൾ കണ്ടിട്ടുണ്ട്. അത് പക്ഷേ ഹാപ്പി ലേണിംഗ് എന്നുള്ളൊരു മൊമെൻ്റ് ആണെന്ത് എയ്ഫർ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അതെന്തായാലും നമ്മളതിൽ 100% സാറ്റിസ്ഫൈഡ് ആണ്. എയ്ഫറിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ 2023 നമ്മൾ പാസ് ഔട്ട് അല്ലെങ്കിൽ നെറ്റ് ക്രാക്ക് ചെയ്തിട്ട് പോലും 2025 അപ്രീസ 3.0 എന്നുള്ളൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന സമയത്ത് നമ്മളെ മറന്നിട്ടില്ല. അവർ എപ്പോഴും നമ്മളെ ചേർത്ത് പിടിക്കുന്നൊരു പ്രോഗ്രാമാണ്. അപ്പോൾ എയ്ഫറിനെ സംബന്ധിച്ചോളം നമ്മുടെ നെറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സിലബസിൽ JRF ക്രാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സിലബസുകളൊക്കെ പക്ക അപ്ഡേറ്റഡ് സിലബസുകളാണ്. ഞാൻ എൻ്റെ സെക്കൻഡ് ടേമാണ് നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ വേറൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് ജസ്റ്റ് അതിനെക്കുറിച്ച് വലിയൊരു എഫേർട്ട് ഇട്ടില്ല പോലും നമുക്ക് എയ്ഫർ ആണ് അതിലോട്ട് നമ്മളെ ഒരു വലിയൊരു സ്വപ്നത്തിലോട്ട് നമ്മൾ എത്തിച്ചത്. കാരണം ഒരുപാട് കഷ്ടപ്പാടുകളും പ്രാരാബ്ദങ്ങളും ഉണ്ടായിരുന്നുണ്ട്. കാരണം PG പഠിക്കുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യണത്, നെറ്റ് ക്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ PGയുടെ പഠനം നോക്കണം. അത് കഴിഞ്ഞിട്ട് ചെറിയ പാർട്ട് ടൈമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്ക് കഴിയണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ രാത്രി എന്ത് ചെയ്യേണ്ടത്, പഠിക്കാതിരിക്കുന്നത്. പിന്നെ രാത്രിയാണ് ഫുൾ ടൈം എന്ത് ചെയ്യണത്, പഠനവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏതാണ്ട് ഒരു 2-3 മണിക്കൂർ മാത്രമാണ് ഒരു അല്ലെങ്കിൽ മാക്സിമം ഒരു 5 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ മാക്സിമം ആണ് ഒരു 3-4 മാസം നമ്മുടെ ഉറക്കം എന്നുള്ളതൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ അത് വലിയൊരു നമുക്ക് ആഗ്രഹിച്ചതാണ് ഒരു നെറ്റ് എങ്ങനെയും ക്വാളിഫൈ ചെയ്യണം അല്ലെങ്കിൽ JRF എങ്ങനെയും ക്വാളിഫൈ ചെയ്യണം എന്നത്. അപ്പോൾ നെറ്റ് എന്തായാലും കിട്ടി. പിന്നെ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു റൊട്ടീൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്ട്രെയിനും നമുക്ക് ഫിസിക്കൽ, അതേപോലെ നമുക്ക് ഒരുപാട് ഇത് കൂടുതൽ സമയം ഉറക്കം വയ്ക്കുന്നത് കൊണ്ടൊക്കെ നമുക്ക് എക്സാമിൻ്റെ ടൈമുകൾ ട്രിവാൻഡ്രമായിരുന്നു സെൻറ്ററുകൾ, 2 ദിവസം മുന്നെയാണ് സെൻറ്റർ വരിക. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ പോലും പക്ഷെ അതിനൊക്കെ നമുക്ക് സൊല്യൂഷൻ എയ്ഫർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഓരോ റൈറ്റ് ടൈമിൽ തന്നിട്ടുണ്ട്. അതാണ് ഹാപ്പി ലേണിംഗ്. അനീസായുടെ പോഡ്കാസ്റ്റ് മെസ്സേജുകൾ അതൊക്കെ നമ്മുടെ എപ്പോഴും നമ്മളെ ആ ഡൗൺ ആവുന്ന സമയത്ത് നമ്മളെ പവറായി വരുന്ന ഒരു സംഭവമാണ് അനീസായുടെ പോഡ്കാസ്റ്റ് മെസ്സേജുകൾ എന്നതൊക്കെ. അപ്പോൾ എന്തുകൊണ്ടും എയ്ഫർ നമുക്ക് ബിയോണ്ട് പ്രോമിസ് തന്നെയാണ്, ഹാപ്പി ലേണിംഗ് ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുന്നത് എയ്ഫർ തന്നെയാണ്. എയ്ഫർ എല്ലാ മേഖലയിലും ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എയ്ഫർ ഒരിക്കലും നമ്മളെ എന്ത് ചെയ്യില്ല, സങ്കടത്തിലാക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും എയ്ഫറിൽ ജോയിൻ ചെയ്ത ആർക്കും നഷ്ടം തന്നെ ഒന്നും ഉണ്ടാവില്ല. അത് 100% ഉറപ്പാണ് എന്നതാണ്. നമ്മളൊക്കെ എയ്ഫറിലോട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് ക്യാഷ് ബാക്കിയുള്ള ആളുകൾ കയ്യിൽ നിന്ന് റോൾ ചെയ്തിട്ടാണ് എയ്ഫറിൻ്റെ ഒരു ഫണ്ട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. കാരണം നമ്മൾ പഠിക്കുകയാണ്, PGക്ക് പഠിക്കുകയാണ്, വേറെ വർക്ക് ചെയ്യുന്നില്ല. പിന്നെ പാർട്ട് ടൈമായി വർക്ക് ചെയ്യുന്ന എന്തെങ്കിലും നമ്മുടെ PG പഠിക്കുന്ന സമയത്തുള്ള എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫണ്ടുകൾ അവിടെ നിന്ന് റോൾ ചെയ്യാണ്. കാരണം ഫാദർ ഓൾറെഡി വയ്യാത്തൊരാളാണ്, വർക്കിന് പോകാൻ കഴിയാത്തൊരാളാണ്, അപ്പോൾ ഡിഫറെൻ്റ് ഏബിൾഡ് ആണ്. അപ്പോൾ നമുക്കൊരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്നത് ഒരു ബ്രദർ മാത്രമാണ്. അപ്പോൾ ബ്രദറിന് കുറച്ച് സഹായിക്കും. നമ്മൾ ഫണ്ട് റോൾ ചെയ്തിട്ട്, അപ്പോൾ എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നത് ലാസ്റ്റ് വണ്ടിയാണ് എയ്ഫർ എന്നുള്ളത്. ആ വണ്ടി കയറിയില്ലെങ്കിൽ നമുക്ക് എന്താ പറ്റില്ല, നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുക എന്നതുകൊണ്ട് അത്യാവശ്യം നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഇതിൽ 2 കാര്യങ്ങളാണ് എനിക്ക് എൻ്റെ സഹപാഠികളോട് അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് പറയാനുള്ളത്. ഒന്ന്, കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. പിന്നെ പ്രോകാസ്റ്റിനേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക.
ഇന്നല്ല നാളേക്ക് വേണ്ടി പഠിക്കുക എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ കുറച്ച് സന്തോഷത്തോടു കൂടി എഫേർട്ട് ഇടുക. നമുക്ക് ഫാമിലിൻ്റെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞല്ലോ, ഉപ്പ വയ്യാത്തൊരാളായിരുന്നു. അപ്പോൾ ഉപ്പാടെ ഭാഗത്തും ഇപ്പോൾ നമ്മൾ 1 മണി വരെ 2 മണി വരെയൊക്കെ കിടന്നുറങ്ങാത്ത സമയത്തൊന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു കണ്ട് ഉപ്പ വന്ന് നമ്മൾ പഠിക്കുന്ന സമയത്തേക്ക് വരുന്നൊരു മൊമെൻ്റൊക്കെ നമുക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അത് അത്രയും ഫിസിക്കലി വയ്യാത്തൊരു സമയത്ത് നമ്മൾ വന്ന് അതിനെ അപ്രോച്ച് ചെയ്യണമെന്നൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കരധികം സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു അത്. പിന്നെ അതുപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് തന്നെ നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റിയത് കൊണ്ട് തന്നെ ജൂൺ 2023 പാസ് ഔട്ട് PG. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് PGയുടെ റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്തു, ഒരു ഓട്ടോണമസ് കോളേജിൽ നമുക്ക് ജോലി കിട്ടാൻ ഒരു സാധ്യത കിട്ടിയത് നെറ്റിൻ്റെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആയിരുന്നു. അപ്പോൾ അത് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയത് എയ്ഫറിലൂടെ തന്നെയാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. ഞാനിന്ന് എൻ്റെ സിസ്റ്റർ മോളെ കല്യാണമാണ്, ഏതാണ്ട് മണ്ണാർക്കാട് അടുത്താണെന്ത് ഫംഗ്ഷൻ ഉള്ളത്. അപ്പോൾ അത് ഇപ്പോൾ സമയം ഏതാണ്ട് 11:45. ഞാൻ നേരത്തെ വന്നിട്ട് പോകാമെന്നുള്ളതാണ്. കാരണം എന്തായാലും എയ്ഫറിനെ എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം അവർ എത്രത്തോളം ഹാപ്പി ലേണിംഗ് തന്ന ആളുകളാണ്, നമ്മുടെ ഏറ്റവും നല്ലൊരു മൊമെൻറ്റിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടി സഹായിച്ച ആളുകളാണ് എയ്ഫർ ഓൾ ടീം. അപ്പം നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റുമോ, എൻ്റെ പെങ്ങളെ മോളെ ഫംഗ്ഷൻ ഒഴിവാക്കാൻ പറ്റില്ല എന്ന് വെച്ചുകൊണ്ടാണ് വന്നുള്ളത്. നാളെയും കാലിക്കറ്റ് അവരുടെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് മലപ്പുറത്തുള്ള ഫംഗ്ഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അത് അത്രത്തോളം ബോണ്ടാണ് എയ്ഫറിനോട് നമുക്കുള്ളത്.